തൃശൂർ ചേറ്റുവ അഴിമുഖം മുതൽ ഏനമാവ് വരെയുള്ള ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ദുരിതത്തിലാണ്. പുഴയിൽ മത്സ്യലഭ്യത കുറയുന്നത് കാരണം ജീവിതം വഴിമുട്ടിയ നിരവധി മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ ഈ പ്രദേശത്തുണ്ട്. പുഴയുടെ ആഴം കുറയുന്നതും ലവണാംശം കൂടുന്നതും കുളവാഴയും മാലിന്യങ്ങളും വ്യാപകമാകുന്നതും പരമ്പരാഗത ഉപജീവന മാർഗത്തെ പ്രതിസന്ധിയിലാക്കുന്നു. പലരും തൊഴിലുപേക്ഷിക്കുകയും കടം പെരുകുകയും ചെയ്യുന്നു. മീൻപിടുത്തം തുടങ്ങിയിട്ടൊരു 50 വർഷത്തിൽ താഴെയുണ്ട്. ആ കാലഘട്ടത്തിൽ ഉപജീവനം ഇത് തന്നെയായിരുന്നു, മീൻപിടുത്തം തന്നെയായിരുന്നു ഉപജീവനം. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളിങ്ങനെ ഇവിടം വരെ എത്തിയതൊക്കെ. ഇപ്പോൾ അത് സാധിക്കാതെ വരുന്നത്. മീൻ മൊത്തത്തിൽ കുറവാണ്. പണി മേഖലയിൽ എടുക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ഈ ചണ്ടി കുളവാഴ കാര്യങ്ങളൊക്കെ വരുന്ന കാരണം ഭയങ്കര പ്രയാസം. വല കിട്ടാം, വലയിലാകെ പിടിച്ച് വലക്കെ നാശമായി പോകുന്നു. ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ വലിയൊരു പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഓരോ വർഷം കഴിയും തോറും മത്സ്യലഭ്യത വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മാത്രമല്ല, ഇവിടെ നിന്ന് തൊട്ട് ചേറ്റു വരെ ഒരു 100-500ഓളം മത്സ്യത്തൊഴിലാളികളുണ്ട്. അവരൊക്കെ റെഡിക്ക് പറയാൻ ഭയങ്കര ദുരിതത്തിലാണ്. പട്ടിണി എന്ന് പറഞ്ഞാൽ പട്ടിണി. ചെമ്മീന് ഞങ്ങൾ കിട്ടണില്ല. ഈ സമയത്തൊക്കെ ചെമ്മീൻ വീശിയിട്ട് ഉണക്കുന്ന സമയമാണ്. ഇപ്പോൾ ഒന്നും കിട്ടണില്ല. ചണ്ടിന്നൊക്കെ പ്രശ്നങ്ങളായ കാരണം അതുകൊണ്ട് പണി ഭയങ്കര മോശമാണ്. പണിയുടെ അവസ്ഥയെ ജീവിക്കാൻ തന്നെ പറ്റുന്നില്ല. കടക്കാരൊക്കെ വന്നിട്ടേ ഒരു ശല്യപ്പെടുത്തുക. എന്താ വെച്ചാൽ കിട്ടാണ്ടായപ്പോൾ ഞങ്ങൾ ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് പോയിരുന്നാണ് ജീവിതമൊക്കെ. ഇപ്പോൾ ഈ കൊല്ലം തീരെ ഒന്നും കിട്ടാറില്ല. ആകെ ഈ ഒരു വരുമാനം മാത്രമാണ്. ഈ പുഴയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തോടെ ഞങ്ങൾ 5 ആളുണ്ട്. ഞങ്ങൾ ആത്മഹത്യയുടെ വക്ക് എന്ന് പറയാം. ഞങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ശരാശരി ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു ശമ്പളം പോലെ കിട്ടില്ലതേ. ഈ മത്സ്യത്തൊഴിലാളികൾക്ക് ചിലപ്പോൾ 250 രൂപ കിട്ടും, ചിലപ്പോൾ 500 കിട്ടും, ചിലപ്പോൾ അത് 1000-ൽ മേലാവും. 100 രൂപ പിടിക്കണ 100 പ്രായ പിടിക്കണ്ട. പ്രായ വറ്റ കടമ്പ് 750, 500, 310, 330, കരിമീൻ ചമ്മല്ലി 1000, 60, 300, 770, 860. ഇവിടെ മത്സ്യലേലം തന്നെ നടക്കുന്നുണ്ട്. ഇവിടെ ഈ വെങ്കടങ്ങ് പഞ്ചായത്തിലെ ഉൾനാടൻ മത്സ്യത്തൊഴിലാളി സഹകരണ സംഘത്തിൻ്റെ ഈ പ്രദേശത്തുള്ള തൊഴിലാളികൾ ഇവിടെ അവർ പിടിച്ചുകൊണ്ടുവരുന്ന മത്സ്യം ഇവിടെ ഈ സൊസൈറ്റി മത്സ്യഫെഡിൻ്റെ കീഴിലാണ് ഇപ്പോൾ ഇതിൻ്റെ ഈ ലേലം നടക്കുന്നത്. അവർ അംഗീകാരത്തിന് അത് മാന്യമായ വിലയൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ മത്സ്യലഭ്യത വളരെയധികം കുറഞ്ഞു, ഗണ്യമായി കുറഞ്ഞു. പ്രളയം ഒന്നാമത്തെ വിഷയമായിരുന്നു. അവിടെ നിന്നുള്ള ഈ ഡാമുകളിൽ നിന്നുള്ള ചെളിയൊക്കെ ഇങ്ങോട്ട് വന്നു. ഇങ്ങനെയൊക്കെ ആണ് കുറേ. പിന്നെ ഇവിടെ അവിടെ കൊല്ലത്തിലും ഈ വളയം കെട്ട് എന്ന് പറഞ്ഞിട്ടൊരു കെട്ട് ബണ്ടിൻ്റെ അടുത്ത് കെട്ട്, പുളിക്കെട്ട്. അവിടെ നിന്നുള്ള ചരൽ അവർ വെള്ളം കൂടിയാൽ ഇവർ ഓലയും കുറ്റിയും ഓലയും മാത്രമേ എടുക്കുകയുള്ളൂ. ബാക്കിയുള്ള ചരലൊക്കെ ഇങ്ങോട്ട് പുഴയിലേക്ക് തള്ളിപ്പോരുകയാണ്. അതെടുത്ത് മാറ്റണില്ല. ഈ ഏനമാവ് റെഗുലേറ്ററിൻ്റെ ഫേസ് കനാൽ അത് വർഷം കെട്ടും. ഉപ്പുവെള്ളം ഇപ്പോൾ ഉപ്പുവെള്ളമായി തുടങ്ങി. ഇപ്പോൾ അവിടെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കെട്ടിക്കഴിഞ്ഞാൽ മഴക്കാലമായി കഴിഞ്ഞാൽ ഇതെല്ലാം ഈ വളയം കെട്ടൊക്കെ പൊട്ടിച്ചിട്ട് ഇതെല്ലാം പുഴയിലേക്ക് തള്ളുകയാണ്. അതിനൊരു പരിഹാരം ഉണ്ടാക്കണം. ഈ ഏനമാവ് ഞങ്ങളെ ഒരു കോൾ കർഷകന്മാരുടെ ഒരു ബണ്ട് നിർമ്മിച്ചിട്ടുണ്ട്. അതിൽ നിന്നും
അവിടെ ആഴം കൂട്ടുന്നതിനായിട്ട്, അതിൻ്റെ ഉള്ളിൽ ആഴം കൂട്ടുന്നതിനായിട്ട് ഒരു കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് 2021 ആഴം കൂട്ടുന്നത് നടത്തി അവിടെ. അത് ജൂൺ മാസം തുടങ്ങിയിട്ടാണ് അത് ചെയ്തത്. ആ സമയത്ത് ഇവിടെ ഷട്ടർ പൊക്കി വെച്ചുള്ള സമയമായിരുന്നു, ഒരു മഴക്കാലമായിരുന്നു. അത് കംപ്ലീറ്റ് ഇവിടെ പുഴയിലേക്ക് ഒഴുകി വരുന്നൊരു ഇതുണ്ടായി. സ്വകാര്യ കമ്പനികൾ അവരുടെ ലാഭത്തിന് വേണ്ടിയിട്ട് കരയിൽ കയറ്റിയിടാതെ അത് പുഴയിലേക്ക് ഒഴുക്കി വിട്ടതിൻ്റെ ഭാഗമായിട്ട് മത്സ്യങ്ങളുടെ ആവാസ വ്യവസ്ഥിതി നഷ്ടപ്പെട്ട് അവരെ സംബന്ധിച്ച് ഈ നല്ല പൂഴി മണലും അതുപോലെ കല്ലൊക്കെ ആയിട്ട് നിറഞ്ഞു കിടന്നാണ് ഇതിൻ്റെ അടിത്തട്ട്, പുഴയുടെ അടിത്തട്ട്. എന്നാൽ ഈ സംഭവം ചെയ്തതോടുകൂടിയിട്ട് മുഴുവൻ അടിത്തട്ടിൽ നിറയെ ചെളിയും കാര്യങ്ങളൊക്കെ ആയപ്പോൾ മത്സ്യങ്ങൾക്ക് അവിടെ നിന്ന് നിൽക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അത് ഒരു പരിധി വരെ തൊഴിലാളികളെ വലിയ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ തൂർന്ന് മൊത്തത്തിൽ ഒരു 16 JCB ഇട്ട് മൊത്തം ഈ ബണ്ടില്ല ബണ്ട് അതിൻ്റെ ഉള്ളിൽ എല്ലാവർക്കും കാണാമായിരുന്നു. എന്നിട്ട് ഒരു JCB ഇട്ടിട്ട് ഇങ്ങനെ കലക്കി വിടുകയാണ്. മണ്ണ് കോരിയിട്ട് കരക്ക് കയറ്റല്ലേ ചെയ്ത്, കരക്ക് കയറ്റാനായിരുന്നു എൻ്റെ പതി. അത് കോരി എന്നിട്ട് കലക്കി വിടുക. ആ മൊത്തം ഇവിടെ ഒക്കെ ഇപ്പോൾ പുഴ തൂർന്ന് എടുക്കുകയാണ്. 3 ആൾക്ക് 4 ആൾക്ക് വെള്ള സ്ഥലങ്ങൾ എനിക്ക് ഇറങ്ങി നടക്കാം. അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ. അതാണ് ഏറ്റവും ദുരിതം. അപ്പോഴേ ആ മട്ടിൽ മീൻ വന്ന് നിൽക്കണില്ല. മീനും ഞണ്ടൊക്കെ കിട്ടണൊക്കെ ഒന്നും വന്ന് നിൽക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഭയങ്കര ലൂസായ മട്ട, അതിലൊന്നും ഞണ്ട് വന്നിരിക്കുക ഒന്നുമില്ല. അതൊക്കെ ഞണ്ടൊക്കെ വന്നാലേ ഞങ്ങൾക്ക് എന്തെങ്കിലും വേനൽക്കാലത്ത് കിട്ടുക. ആ പ്രതീക്ഷകളൊക്കെ പോയി. അതാണ് ദുരിതം. ഞങ്ങൾക്ക് ഒരിക്കലും ഇനിയുള്ള കാലങ്ങളിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ വരില്ല. പണ്ടൊക്കെ ചെയ്തിരുന്ന ഇവര് വളയംകെട്ടിന്ന് മണ്ണ് കോരിക്കൊണ്ടുവരുന്നു JCBക്ക്. ഇപ്പം അത് ചെയ്യുന്നില്ല. ഇപ്പം അവര് വളയംകെട്ടിന്റെ കുറ്റൂര ഫുള്ള് മണ്ണ് ഇങ്ങോട്ട് പോരാ. ഇപ്പം ഇടയ്ക്കൊക്കെ എൻ്റെ ഓർമ്മയൊക്കെ ഇപ്പോൾ ഇവിടെ 3-4 ആൾക്ക് വെള്ളം ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ ഇവിടെ തൊട്ട് ഞങ്ങൾക്ക് അക്കരയ്ക്ക് നടന്നു പോവാം. ജൂൺ മാസം തൊട്ട് മഴക്കാലം തുടങ്ങിയല്ലേ, പിന്നെ പുഴ നിറച്ച് ചണ്ടിയായി. പിന്നെ ആ ചണ്ടിയുടെ ശല്യം കഴിയുമ്പോൾ പിന്നെ ഈ പുല്ല് നിറഞ്ഞ് പണിക്ക് തീരെ പോകാൻ പറ്റില്ല. ഇതല്ല കുളവായല്ല, ഇത് കൂടാണ്ട് വേറെ പുല്ലുണ്ട്. ഇതടിക്ക് ഇങ്ങനെ കെടുക്കുകയാണ് ഇങ്ങനെ. അപ്പോൾ അതിൻ്റെ മുകളിലാണ് വല കിടക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മീൻ അടിയിൽ കൂടെ പോകും, നമ്മളെ വലയെ കുടുങ്ങില്ല. ഒരു മീൻ തരവും ഇല്ല ഇപ്പം, ശരിക്കും കയറുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഇതല്ലേ വെള്ളം വറ്റി കിടക്കുക ഇവിടെ. ഈ ഏറ്റാകുമ്പോഴാണ് ഇപ്പം ഏറ്റത്തിൻ്റെ സമയം. ആ കാരണം ഇപ്പം ഇത്ര വെള്ളം. ഈ ആർക്കത്തിനൊന്നും തുള്ളി വെള്ളം ഉണ്ടാവില്ല. ഇവിടെ ഒക്കെ ഇങ്ങനെ അവിടെ പറ്റും, പറമ്പായി കിടക്കും. ഈ പുലിമുട്ട് ഇട്ടിരുന്നു ഒരു 10 വർഷം മുന്നേ. ആ പുലിമുട്ട് ഇട്ടത് ശരിക്കും പറഞ്ഞാൽ മത്സ്യങ്ങളെ ഈ പുഴയിലേക്ക് കയറി വരുന്നതിന് വലിയ തടസ്സമാണ് ഇപ്പോൾ സൃഷ്ടിച്ചിട്ടുള്ളത്. ആ പുലിമുട്ടിടാൻ കാരണം അവിടെ ഈ ബോട്ടുകൾ കയറി വരുന്ന സമയത്ത് അപകടം ഉണ്ടാകുമ്പോൾ അതിനെ ചെറുക്കാൻ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ആ പുലിമുട്ടിട്ടത്. യഥാർത്ഥത്തിൽ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾക്ക് അത് വലിയൊരു എന്താ പറയുക ദോഷമായി ബാധിച്ചത്. അത് കാരണം കൃത്യമായിട്ട് പുഴയിലേക്ക് മത്സ്യങ്ങളൊന്നും കയറി വരുന്നില്ല. പുളിമുട്ടന്നെ ഇങ്ങനെ ക്രോസ് ചെയ്ത് കെട്ടി കാരണം മീൻ കയറി വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അഴിമുഖത്ത് ചെരിച്ച് കെട്ടിയ ഓപ്പണായിട്ട് കെട്ടിയുള്ളതല്ല പുളിമുട്ട് കെട്ടിയുള്ളത്. അതുകൊണ്ട് മീൻ കണ്ടമാനൊക്കെ പഴയമാരൊന്നും ഇപ്പം മീനൊന്നും ശരിക്കും കയറി വരുന്നില്ല. ഇപ്പോൾ ഈ പ്രളയത്തിലും അതുപോലെ കിഴക്കൻ മേഖലയിൽ നിന്ന് ഒഴുകിയെത്തുന്ന എല്ലാ മാലിന്യങ്ങളും ഈ ഏനാമാവ് പുഴയും കനോലിക്കനാലും മാലിന്യം നിറഞ്ഞ് വളരെയധികം ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വഞ്ചി പോലും തുഴഞ്ഞു പോകാൻ പറ്റാത്ത നിലയിലാണ് ഇപ്പോൾ. അത്രയധികം ചെളിയും ഏക്കലും ഈ കനോലിക്കനാലിലും ഏനാമാവ് പുഴയിലും നിറഞ്ഞിരിക്കുകയാണ്. കോളിൽ നിന്നുള്ള ഒരു ഇതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മരുന്നടിക്കണം. കോളിൽ ഈ ഇത് നെല്ലിനൊക്കെ മരുന്നടിക്കുന്ന വെള്ളം ഒരു ഷട്ടർ തുറന്നിട്ട് കഴിഞ്ഞാൽ അതൊക്കെ നേരെ പുഴയിലേക്ക് വരുന്നത്. അങ്ങനെ ഒരേ മീനുകൾ വംശനാശം വന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇവിടെ ഞങ്ങൾക്കൊക്കെ ആദ്യം കിട്ടിയത് മീൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ മറ്റേ ചപ്പേരി ഇങ്ങനെ കുറുക്ക എന്നൊക്കെ പറയുന്ന കുറേ മീനുകളുണ്ട്. അതൊന്നും നമുക്കിപ്പോൾ കാണാനേ പറ്റുന്നില്ല. ചേറ്റുവ കായലിലെ മത്സ്യത്തിന് ഒരു വളരെയധികം ബ്രാൻഡ് നെയിമുണ്ട്. പല സ്ഥലങ്ങളിലും ചേറ്റുവയിലെ മീൻ എന്നുള്ള രീതിയിൽ അതിനെ മാർക്കറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സ്റ്റഡിയിൽ അല്ലെങ്കിൽ നമ്മുടെ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് കണ്ടിട്ടുണ്ട്. അതിൽ മെയിൻ കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഏതാണ്ട് 20-25 ഇനം മീനുകൾ ഈ ചേറ്റുവയുടെ മത്സ്യ സമ്പത്തിന് അല്ലെങ്കിൽ മത്സ്യം പിടിച്ച് അതുപോലെ ഉപയോഗിക്കുന്ന രീതിയിൽ 20-25 തരത്തിലുള്ള മീനുകൾ ശരിക്കും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഓവറോൾ നമ്മൾ നോക്കിയ മീനുകളുടെ തരം നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 120-140 120-140 ഇടയ്ക്കുള്ള മീനുകളുടെ അല്ലെങ്കിൽ മത്സ്യവൈവിധ്യം ഈ പറയുന്ന ചേറ്റുവ പുഴയിൽ
ഉണ്ട്. പലപ്പോഴും പല മത്സ്യങ്ങളും നമുക്ക് പല സ്ഥലങ്ങളിലും കാണാൻ കഴിയാറില്ല. അതിൻ്റെ ഒരു വ്യതിയാനം ശരിക്കും പുഴയിലുണ്ട് പല പല ഭാഗങ്ങളായിട്ട് നോക്കുകയാണെങ്കിൽ. ഈ ഒരു വ്യതിയാനത്തിനുള്ള ഒരുപാട് കാരണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുഴയുടെ ഒരു ആഴം മറ്റു വലിയ വലിയ കായലുകളുടെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കിയത് മാതിരി ഈ ചേറ്റുവ കായലിന് ഒരു ബേസ് ലൈൻ ഡേറ്റ ഇല്ല. നമുക്ക് ഇത്ര ആയിരുന്നത് ഇത്ര ആയി, അല്ലെങ്കിൽ ഈ 5 മീറ്റർ ആഴം ഉണ്ടായിരുന്നത് 2 മീറ്റർ ആയി എന്ന് പറയാനുള്ള ഒരു റെഫറൻസ് ലൈൻ നമുക്കില്ലെങ്കിൽ പോലും ഈ പുഴയുടെ ആഴം ആളുകളുടെ എല്ലാം ഒരു അഭിപ്രായം അനുസരിച്ച് 1.5 തൊട്ട് 2 മീറ്റർ അല്ലെങ്കിൽ 1.5 തൊട്ട് 2 മീറ്റർ വരെ കുറഞ്ഞിട്ടുണ്ട് എന്നാണ് നമ്മളുടെ പഠനത്തിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പല സ്ഥലങ്ങളിലും ലോ ടൈഡ് ആവുന്ന സമയത്ത് പുഴ വളരെ എന്താ പറയുക പറമ്പ് പോലെ ആയി കിടക്കുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാൻ കഴിഞ്ഞു. ആഴം വളരെ കുറഞ്ഞ് മഡ് ഫ്ലാറ്റ്സ് ആയിട്ട് മാറുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. മീനുകൾ നിലനിൽക്കണമെങ്കിൽ, മീനുകൾ ഉള്ളിലേക്ക് കയറി വരണമെങ്കിൽ നമുക്ക് പുഴയ്ക്ക് ആഴവും പുഴയ്ക്ക് വെള്ളം ഉൾക്കൊള്ളാനുള്ള ക്യാരിങ് കപ്പാസിറ്റിയും ഉണ്ടായേ പറ്റൂ. അതുപോലെ തന്നെ ഈ ആഴം കുറഞ്ഞതിൻ്റെ വേറൊരു വശമായിട്ട് പറയുന്നത് പല മീനുകളും അവിടെ നിൽക്കുന്നില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും മീനുകൾ കൂട്ടത്തോടെ മറ്റുള്ള മേഖലകളിലേക്ക് ചെറിയ ചെറിയ ആഴം കൂടിയ ഭാഗങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ തന്നെ പരമ്പരാഗതമായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളുടെ മീൻ പിടിക്കുന്ന സ്ഥലങ്ങളിൽ അവർക്ക് മീൻ കുറയുന്ന ഒരു കാര്യവും നമ്മളുടെ പഠനത്തിൽ വന്നിട്ടുണ്ട്. കുളവാഴ ഈ കോൾ കർഷക മേഖലയിലുള്ള അത് ഈ ഷട്ടർ ജൂൺ മാസം മഴ കൂടിക്കഴിഞ്ഞാൽ വളയം കെട്ട് കെട്ടിയിട്ടുണ്ട്. ഉപ്പ് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വളയം കെട്ടും ഷട്ടറൊക്കെ ഉള്ളത്. അത് തുറക്കുന്ന സമയത്ത് അതാണ് പുറത്തേക്ക് വരുന്നത്. ഈ ഉപ്പ് വെള്ളത്തിൽ ഒരിക്കലും വരില്ല, അത് പെട്ടെന്ന് നാശമായി പോവും. ഇത് കരമക്കയറ്റി ഇടണം, സംസ്കരിക്കണം എന്നാണ് നിയമമെങ്കിലും അവിടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് സ്വകാര്യ വ്യക്തികൾ കരാറെടുത്തിട്ട് അവരുടെ വൻ ലാഭത്തിന് വേണ്ടി പുഴയിലേക്ക് ഒഴുക്കി വിടുമ്പോൾ അവർക്ക് വലിയ ലാഭമാണ് അവർ കൊയ്യുന്നത്. യഥാർത്ഥത്തിൽ അവർ കരമൽ കയറ്റിയിടേണ്ടതാണ്. ഇത് മന്ത്രി ഞങ്ങൾക്ക് ഉറപ്പ് തന്നു, ഒരു കാരണവശാലും പുഴയിലേക്ക് ഇറക്കരുത് എന്ന് പറഞ്ഞിട്ട് ഉറപ്പ് തന്നെങ്കിലും അത് പാലിക്കാനായിട്ട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ചില ഉദ്യോഗസ്ഥരുടെ ഒത്താശയോട് കൂടിയിട്ടാണ് ഈ സ്വകാര്യ വ്യക്തികൾ ഈ വക കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മത്സ്യത്തൊഴിലാളികളെ ദ്രോഹിക്കുന്ന നടപടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെതിരായിട്ട് ഞങ്ങളിപ്പോൾ 2 വർഷമായിട്ട് ശക്തമായിട്ടുള്ള സമരത്തിലാണ്. 3-4 കൊല്ലം മുന്നേ പറഞ്ഞു ഈ വളയംകെട്ടിൻ്റെ പരിപാടി നിർത്തിയിട്ട് ഷട്ടർ, അതായത് കാലാകാലം നിൽക്കും, ഇത്ര പൈസ ഒരു 4 വർഷം ഈ വളംകെട്ട് കെട്ടുന്ന പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഷട്ടറിൻ്റെ വർക്ക് എടുക്കും. ഇപ്പോൾ ഷട്ടറൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുക, വെള്ളം അങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുക. അപ്പം അത് കാരണം ഈ 2 കൂട്ടർക്ക് നമുക്ക് ദോഷമാണ്, കൃഷിപ്പണിക്കാർക്കായാലും മത്സ്യത്തൊഴിലാളികൾക്കായാലും. അത് ഇവർ ഇറിഗേഷൻ ഉദ്യോഗസ്ഥന്മാർ അറിയണില്ലത്. ഇപ്പോൾ ഈ ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാം, ഇപ്പോൾ ഈ കർഷക തൊഴിലാളികൾ ഇപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഫ്ലക്സ് വെക്കും, ഉപ്പുവെള്ളം കയറി എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ മഴ പെയ്യണത് ന്യൂനമർദ്ദം വരുമ്പോഴാണ് മഴ പെയ്യുന്നത്. അന്ന് അങ്ങനെയല്ലായിരുന്നത്. ഒരു തുലാവർഷം വരുമ്പോൾ അത് തുലാമാസത്തിൽ തന്നെ വരും, വൃശ്ചികമാകുമ്പോഴേക്കൊക്കെ അത് അവസാനിക്കും. ആ ഇടി സന്ധ്യ നേരത്ത് മഴ ഇടിയും ഒക്കെ വരും, അത് കഴിഞ്ഞാൽ അത് മാറും, പിന്നെ ഉണ്ടാവാറില്ല. അതുപോലെയാണ് വർഷം അതാത് കറക്റ്റായിട്ട് വന്നിരുന്നു അന്നൊക്കെ. ഇന്ന് അങ്ങനെയല്ല വരുന്നത്. അതിൻ്റെ വ്യതിയാനമാണ് ഇങ്ങനെയൊക്കെ എല്ലാത്തിലും ബാധിക്കുന്നതെന്നാണ്. ഇപ്പോൾ ഇവിടെ ഈ വർഷം ഉണ്ടായത് ആഗസ്റ്റ് മാസത്തിലൊക്കെ ഉപ്പുവെള്ളം കയറി. ഇവിടെയൊക്കെ മഴയില്ല, 45 ദിവസം മഴ ഉണ്ടായില്ല. അപ്പോൾ വെള്ളം ഇങ്ങോട്ട് ഉപ്പുവെള്ളം കയറി വന്ന് മീനും ചെമ്മീനൊക്കെ കയറി വന്നതായിരുന്നു. പിന്നെ ഒരു മഴ വന്ന് അതെല്ലാം എല്ലാം കടലിലേക്ക് തന്നെ തിരിച്ചു പോയി. ഈ വർഷം ഉണ്ടായ സംഭവമാണ് അത്. ഈ വർഷക്കാലം കഴിയുമ്പോൾ ഒരുപാട് പോളയുടെ സാന്നിധ്യം, അതായത് ഐക്കോർണിയ എന്ന് പറയും, വാട്ടർ ഹാസിൻ്റെ, അത് ഈ പുഴയിൽ ഒരുപാട് ഇറങ്ങി വരുന്നുണ്ട്, ചേറ്റുവ കായലിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ലവണാംശം വളരെ കുറഞ്ഞുകൊണ്ട് തന്നെ ഇത് വളരെയധികം സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് വല നീട്ടാനുള്ള ഒരു സൗകര്യം പുഴയിലില്ലാത്തൊരു സാഹചര്യം അവർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഗ്രീൻ ആൽഗെ, വളരെ ചെറിയ പൂപ്പായി എന്ന് അവർ പറയുന്ന ഗ്രീൻ ആൽഗയുടെ സാന്നിധ്യം ഒരുപാട് ഒരു മഴ കഴിഞ്ഞിട്ടുള്ള ഒരു സമയങ്ങളിൽ വളരെയധികം കൂടുതലുണ്ട്. ആ സമയത്ത് മീനിൻ്റെ ലഭ്യത വളരെയധികം കുറയുന്നുണ്ട് അവർക്ക്. കടൽച്ചൊരി കയറി വരുന്ന ഒരു സാഹചര്യം പലപ്പോഴും അവർക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കടൽച്ചൊരി, കടൽമാക്രി, ഈ രണ്ടിൻ്റെയും സാന്നിധ്യം അവരുടെ മീൻപിടുത്തത്തിനെ ഒരുപാട് ബാധിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്താ പറയുക, അങ്ങനെ ഉള്ളത് കിട്ടിയിട്ട് ഇങ്ങനെ ജീവിച്ചു പോകണം. പിന്നെ ഒരുവിധം പണിയുള്ള കാരണം
കക്കെടുത്തും ഇതായിട്ട് ഇങ്ങനെ ജീവിച്ചു പോകണം. ഞാനും കക്കപ്പണിക്ക് വേണം. അതായത് ഈ കക്കപ്പണി പഠിച്ചതൊന്നല്ല, അത്രയും ബുദ്ധിമുട്ടിയിട്ട് ഈ ഓണത്തിന് ശേഷമാണ് വിശംബരേട്ടനൊക്കെ ഇപ്പോൾ ഈ സന്ത് ഇതൊക്കെ ഞങ്ങൾ ഇതിൽ കൂടെ ഒന്ന് ഇറങ്ങി നോക്കിയതാണ്. അതായത് അത് ഭയങ്കര കഷ്ടപ്പാടാണ്. ഒരു 15 കിലോമീറ്റർ വേണം വഞ്ചി തുഴയാൻ, ചേറ്റു ഭാഗത്തേക്ക് എത്തണം. അത് എത്തി കഴിഞ്ഞിട്ട് ഒരു ചെറുവഞ്ചിയിൽ എന്തോരം കൊള്ളു, അതായത് ഒരു 6 കൊട്ട കക്ക അത് എടുത്ത് വന്ന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതോടെ വന്നിട്ട് അപ്പം തന്നെ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാനൊന്നും പറ്റുന്നില്ല. വന്ന് പുഴുങ്ങി അറെടുത്തിട്ട് കഴിയുമ്പോൾ വൈകുന്നേരമൊക്കെ ആവും. എന്നിട്ട് വേണം നമ്മൾ ആർക്കെങ്കിലും കൊണ്ടു കൊടുക്കാനും. വല്ല മറ്റേ ഷെഡുകളുണ്ടാവും മീൻ വിൽക്കുന്ന സ്ഥലം, അവരോട് ചോദിക്കും നിങ്ങൾക്ക് ലേശം കക്കരച്ച് തരട്ടെ എന്ന് പറഞ്ഞിട്ട് അത് വിറ്റ് കിട്ടിയിട്ട് വേണം വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ. ചൊറിയാണ് ഇപ്പം മെയിനായിട്ടുള്ളൊരു സംഭവം. ഇതിപ്പോൾ കക്കപ്പണിക്ക് പോകാൻ പറ്റില്ല. ഇതിപ്പോൾ ഞാൻ വല പിടിച്ച് വെച്ചിട്ട് ഇതിപ്പോൾ അതിൽ നിന്ന് ഒരു 10-20 എണ്ണം കളഞ്ഞ അതിന് കൂടി വരുള്ളൂ. ഈ കാറ്റ് വീശുന്നതോറും ഇത് ഇങ്ങനെ കയറി വരുന്നത്. അത് ഏറ്റവും വലിയ ദുരിതമാണ്. അത് മേല് തട്ടി കഴിഞ്ഞാൽ പൊള്ളു ഈ സാധനം. ഇതൊക്കെ എൻ്റെ അടുത്തുള്ള ഞാൻ ഈ കക്കപ്പണിക്ക് തന്നെ ഞാനും പോയി നിന്നിട്ട് വീട്ടുകാർ വന്ന് അവരുടെ സഹായം ഇല്ലാണ്ട് പറ്റില്ല ഈ പണി. ഇപ്പോൾ ഇപ്പോൾ ഇത് കഴിഞ്ഞത് ഈ പുല്ല് ഇനിയിപ്പോൾ ഇത് വീണ്ടും വേറെ ഈ ചോറി നിറഞ്ഞ് പിന്നെ തീയാൻ പഠിക്ക് പോകാൻ പറ്റില്ല. ആരും പോകില്ല. ഈ ഇവിടെയുള്ള മൊത്തം പോകാൻ പറ്റില്ല. അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഇപ്പം ഇത് ഈ കാറ്റായി. അവരുടെ സഹായം ഞങ്ങളെ ഭാര്യമാർ, അല്ലാണ്ട് ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് പറ്റില്ല. അതായത് ഞങ്ങൾ എത്തുമ്പോഴത്തേനും ഇവർ പറമ്പുകളിൽ പോയിട്ട് ഓലകളും സാധനങ്ങളൊക്കെ വലിച്ചു കൂട്ടും. ഇവിടെ എടുക്കുന്നുണ്ടാവും. ഇപ്പോൾ ഓല സാധനങ്ങളൊക്കെ വലിച്ചു കൂട്ടി അപ്പോൾ ഇതിനുള്ള ഈ അടപ്പുകൾ, ഇപ്പോൾ 3 അടപ്പ് ഞങ്ങൾ തന്നെയാണ്. ഈ 3 അടപ്പ് വരുമ്പോൾ കലം കയറ്റിച്ച് അവർ അതിൻ്റെ സെറ്റപ്പുകൾ ഞങ്ങൾ വന്നെടുക്കുന്നു. ഞങ്ങളിപ്പോൾ വരുന്ന കുറേ ടൈം 11 മണി 12 മണിയൊക്കെ ചിലപ്പോൾ 1 മണിയൊക്കെ ആവും പകല്. അതിങ്ങനെ ഇപ്പോൾ ഈ ഓളവും സാധനങ്ങളൊക്കെ വലിച്ച് കഷ്ടിച്ചുകൊണ്ട് എത്തണത് ഞങ്ങൾ. കക്ക ചേട്ടന്മാർ കക്കെടുത്തോളം ഞങ്ങൾ പുഴുങ്ങും. ഇവര് പുലർച്ചെ 3 മണിക്ക് പോവും. ഞങ്ങള് അവർ ഉച്ച അവിടെ എത്തുമ്പോൾ വന്നു കഴിഞ്ഞ് ഞങ്ങൾ സഹായിക്കും. അവർ 7 മണി വരെ ഞങ്ങൾക്ക് ഇവിടെ തന്നെ ഞങ്ങൾ ഉണ്ടാവും രാത്രി. കക്കപ്പണി മുൻപ് ചെയ്തിട്ടൊന്നുമില്ല. ഈ പറ്റ കഴിക്ക് ഇപ്പോൾ ചെയ്തു തുടങ്ങിയതാ. കക്കയ്ക്ക് പോയാൽ എന്തെങ്കിലും പ്രതീക്ഷയുണ്ട്, എന്തെങ്കിലും അരിക്കാശ് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. പക്ഷെ മീൻ പണിക്ക് പോയാലും ഒന്നും നമുക്ക് ഉറപ്പില്ല എന്തെങ്കിലും കിട്ടും. അത് ഈ ഒരു സീസണിൽ മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ വെള്ളം ഉപ്പ് വന്നാൽ ഈ കക്ക ഉണ്ടാവില്ല. ഇപ്പം ഞങ്ങൾക്കും ഉണ്ടാവില്ല. ഞാനിപ്പോൾ ഈ പണി നിർത്താം, ഒരാഴ്ചയോടും കൂടിയാണ് നിൽക്കും. പുഴയിൽ ഉപ്പ് വന്നാൽ ഉപ്പ് വന്നാൽ അപ്പോഴത്തേന് പിന്നെ ഈ പുഴയിൽ ചൊറിയെന്ന് പറയും. അപ്പോൾ ആ പണി എടുക്കാൻ പറ്റും. ഇപ്പോൾ തന്നെ ഇത് മുങ്ങിയിട്ടാണ് എടുക്കണത്. അപ്പോൾ പുഴയിൽ ഇറങ്ങി അപ്പോൾ ഈ ചൊറിയൊക്കെ മേല് വന്നാൽ തട്ടിയാൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഇനി ഞങ്ങൾ പോവില്ല. വലയിടാനോ വല വീശാനോ പറ്റാത്തൊരു കാലഘട്ടമാണ് 6 മാസം. ജൂൺ മാസം മുതൽ ഡിസംബർ വരെയുള്ള കാലഘട്ടത്തിൽ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് വലിയൊരു പഞ്ഞമാസ കാലമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയിലേക്ക് ഇപ്പോൾ പുതിയ തലമുറയൊന്നും ആരും കയറി വരുന്നില്ല. കാരണം ഈ മത്സ്യത്തൊഴിലാളി മേഖല ഉള്ള കുടുംബങ്ങളൊക്കെ ഇപ്പോൾ വലിയ കടക്കണിയിലാണ്. ഈ ഗ്രാമങ്ങളൊക്കെ നമ്മളെ സ്വകാര്യ കുറിക്കമ്പനികളുടെ കയ്യിലാണ് ശരിക്കും പറഞ്ഞാൽ. ഈ 6 മാസം പണിക്ക് എന്തെങ്കിലും കുടുംബങ്ങളിൽ കിട്ടുന്നു, 6 മാസം ഒന്നും കിട്ടാത്തൊരവസ്ഥ കാരണം ഈ തൊഴിലിലേക്ക് ഒരു ചെറുപ്പക്കാരും വരുന്നില്ല. ഇപ്പോഴുള്ള മത്സ്യത്തൊഴിലാളികൾ 50ഉം 60ഉം വയസ്സൊക്കെ എത്തിയിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ പോകുന്നത്. ബാധിക്കുക വെച്ചാൽ ഓരോ ലോണുകളും കാര്യങ്ങളൊക്കെ എടുക്കും. അതിങ്ങനെ കുറേശ്ശെ എവിടുന്നാലും കൊണ്ടടച്ച് കാര്യങ്ങൾ നടന്ന് പോവും. പിന്നെ കിട്ടുന്നത് ഇങ്ങനെ ഇതില്ലാണ്ട് നാശാക്കാണ്ട് കൊണ്ടുകൊടുക്കുക. ഞങ്ങൾക്ക് കുറേ ലോണുകൾ അങ്ങനെയുള്ള അടവുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഞങ്ങൾ ജീവിക്കുന്ന ആൾക്കാരാണ്. ഞാൻ ഇടയ്ക്ക് തൊഴിലുറപ്പിന് പോവും. അങ്ങനൊക്കെ ആയിട്ട് ഒന്നിനും പോകാൻ പറ്റാത്തൊരു വ്യക്തിയാണ്. അപ്പം അങ്ങനെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങളെ കാര്യങ്ങൾ. അതിൽ കൂടെ ഞങ്ങൾക്ക് ഈ സ്റ്റാഫ് അങ്ങനെയുള്ള അവരെ ശല്യങ്ങൾ വേറെ അടക്കാണ്ടാകുമ്പോൾ വന്നിട്ടുള്ള പറയുന്ന വർത്തമാനങ്ങളും അതും ബുദ്ധിമുട്ടാകെ എന്താ പറയുക. ഇതന്നെ ഈ സ്റ്റാഫ് അടവുകളൊക്കെ ഞങ്ങൾക്ക് ഉണ്ടല്ലോ, അതൊക്കെ അടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് അവരെ ശല്യം ഒക്കെ കൂടിയിട്ട്. എൻ്റെ മക്കൾ 2 പഠിക്കുകയാണ്. ഞങ്ങൾ ഈ ലോണൊക്കെ എടുത്തിട്ടുണ്ട്. ഒരാൾ ഡിഗ്രിക്ക് പഠിക്കുന്നു, ഒരാൾ +2 പഠിക്കുന്നു. അപ്പോൾ അവരുടെ കാര്യങ്ങൾ പിന്നെ അങ്ങനെ പറ്റാണ്ടാകുമ്പോൾ ഞങ്ങൾ ഈ ലോണൊക്കെ എടുത്തിട്ടുണ്ട്. ഞങ്ങൾക്കിപ്പോൾ ഈ ഒരു പഞ്ഞമാസത്തിൻ്റെ പൈസ ഉണ്ട് ഞങ്ങൾക്ക് ഫിഷറീസിൽ നിന്ന്. ആദ്യക്കുന്നൊക്കെ ഞങ്ങൾ ഒരു 1500 അടച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കിട്ടും. ഇപ്പോൾ അതല്ല കിട്ടുന്നത്. ഇപ്പോൾ ഈ റെഡിക്ക് പറഞ്ഞാൽ ജൂൺ മാസത്തിൽ കിട്ടുന്ന പൈസ ഇപ്പോൾ ഈ ഒരു മാസമാണ് നമുക്ക് ലാസ്റ്റ് കിട്ടിയത്. നമ്മുടെ പൈസ അത് 1500 കിട്ടിയെടുക്കാൻ നമുക്ക് എന്താ, നമ്മളിപ്പോൾ ഒരു 50,000 70,000 ഒക്കെ വീട്ടിലെ പിള്ളേരെ പഠിപ്പിനായാലും ഓരോ ബുദ്ധിമുട്ട്, മക്കളെ കല്യാണമൊക്കെ ആയാലും ഓരോ ലോണുകൾ എടുക്കും. നമുക്കെന്താ നമ്മൾ ഈ ഒരു പണി കൊണ്ടുള്ളൊരു പ്രതീക്ഷയോട് നമ്മൾ എടുക്കണത്. പക്ഷെ ഇതൊന്നും നടക്കണില്ല. കടക്കാർ വീട്ടിൽ വരുമ്പോൾ നമ്മളെന്താ ചെയ്യുക? ഇപ്പോൾ ഇവിടെയാണെങ്കിൽ ഞങ്ങൾ 96-ൽ
സംഘം മത്സ്യത്തൊഴിലാളി സംഘം രൂപീകരിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങി മത്സ്യഫെഡിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഘം കൂടിയാണ്. അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഇവിടെ തൊഴിലാളികൾക്ക് ന്യായമായിട്ടുള്ളൊരു വില കിട്ടുന്നതിനായിട്ട് 20 വർഷം മുന്നാണ് ഇവിടെ ആരംഭിച്ചത് ഈ മത്സ്യലേലം. യഥാർത്ഥത്തിൽ ഒരു ശതമാനം തൊഴിലാളികൾക്ക് ബോണസായിട്ട് ഞങ്ങൾ ഓണത്തിന് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഈ 10% കമ്മീഷൻ എടുക്കും. 1000 രൂപയ്ക്ക് 100 രൂപ എന്നുള്ള അടിസ്ഥാനത്തിൽ അവർക്ക് ഓണത്തിന് ആ ബോണസ് കൊടുക്കും. അതുപോലെ ന്യായവില കിട്ടുന്നതിനായിട്ടാണ് ഇവിടെ സ്ഥിരമായിട്ടുള്ള കച്ചവടക്കാരുണ്ട്. പിന്നെ ഇവിടെ മത്സ്യബന്ധമുള്ള കാരണം നമ്മൾ ഉള്ള കിട്ടണ മീൻ ഇവിടെ തന്നെ വിൽക്കപ്പെടാനുള്ള ഒരു സഹകരിച്ച് പോകുന്നുണ്ട് ഇവിടെ കാരണം. അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടി ജീവിച്ച് പോകുന്നു. ഇപ്പോൾ ഏത് കാര്യത്തിലായാലും എല്ലാവരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഈ ചേറ്റുവ പുഴയുമായി സംബന്ധിച്ചിട്ടുള്ള എല്ലാ ആളുകളും, അതിപ്പോൾ ഫിഷറീസ് ഉദ്യോഗസ്ഥരാണെങ്കിലും റിസർച്ച് ഓർഗനൈസേഷൻസ് ആണെങ്കിലും അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റുകളാണെങ്കിലും വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും മത്സ്യത്തൊഴിലാളികളാണെങ്കിലും കർഷകരാണെങ്കിലും എല്ലാവരെയും ഒരുമിച്ച് കൊണ്ട് ഇതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരങ്ങൾ നമുക്ക് കണ്ടെത്തണം. എല്ലാവർക്കും നല്ല രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ള രീതിയിൽ ചേറ്റുവ പുഴയെ മാറ്റിയെടുക്കുക, അല്ലെങ്കിൽ ചേറ്റുവ പുഴയുടെ ആ ഒരു പഴയ പ്രതാപകാലത്തേക്ക് അതിനെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം. ആദ്യകാലങ്ങളിലൊക്കെ ഈ പല കുടുംബങ്ങളിലെയും ജീവിതം മുന്നോട്ട് കൊണ്ടുവരുന്നത് ഈ ഒരു തൊഴിൽ എടുത്തിട്ട് തന്നെയാണ്. ഇപ്പോൾ പെൺകുട്ടികളെ വിവാഹം കഴിക്കാനും മറ്റൊക്കെ നടത്തിയിരുന്നത് ഇതുകൊണ്ട് ജീവിച്ചിട്ട് ഉള്ള ഒരു ഇതിൽ കൂടെയാണ് കാര്യങ്ങൾ നടത്തിയിരുന്നത്. പക്ഷേ ഇപ്പോൾ അതിന് തികയാത്തൊരവസ്ഥ ആയി കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ ആദ്യമുള്ള തലമുറക്കാരും മക്കളെ ഒരു കാരണവശാലും ഈ തൊഴിലിന് പോയില്ലെങ്കിലും മറ്റ് ജോലിക്ക് പോയില്ലെങ്കിലും ഈ പണിക്കിറക്കാൻ ആരും തയ്യാറില്ല. പണിയെടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഈ തൊഴിലിലേക്ക് ഇറങ്ങണ്ട. ഇതൊരു എന്താ പറയുക, പുരോഗതി ഇല്ലാത്തൊരു മേഖലയായിട്ട് മാറിയിരിക്കുകയാണ്. 3ാം ക്ലാസ്സിൽ പഠിപ്പ് നിർത്തിയിട്ട് ഞാൻ അന്ന് തുടങ്ങിയുള്ള പരിപാടിയാണ്. 3ാം ക്ലാസ് വരെ പഠിച്ചത്. 2 കൊല്ലം തോറ്റ് പഠിച്ച് 3 വരെ പഠിച്ചുള്ളൂ. പിന്നെ പഠിക്കാനും പറ്റിയില്ല, വേറെ പണിക്ക് പോകാനും പറ്റിയിട്ടില്ല, ഒരു തൊഴിൽ വേറെ എടുത്തിട്ടില്ല. ഈ മത്സ്യത്തൊഴിലാളിയായിട്ടുള്ള ഇത് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ തൊഴിലിനെ പോകില്ല. ഞങ്ങൾക്ക് ജീവിക്കണമെന്നില്ല. ഞങ്ങൾ എന്ത് ചെയ്യുന്നു?